ക്രിമിനലുകളെ ന്യായീകരിച്ച് പി ജയരാജൻ. സദാനന്ദൻ മാസ്റ്റർ വധശ്രമ കേസ് പ്രതികൾക്ക് യാത്രയയപ്പ് നൽകിയ സംഭവം കുറ്റബോധമില്ലെന്ന് പി ജയരാജൻ പറഞ്ഞു. സമയമുണ്ടായിരുന്നെങ്കിൽ താനും പോകുമായിരുന്നു. തിരുവനന്തപുരത്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ശൈല ടീച്ചർ ഈ ശിക്ഷിക്കപ്പെട്ട പ്രതികൾ കോടതിയിൽ ഹാജരാവുന്ന അവസരത്തിൽ അവിടെ പോയി പിന്തുണ പ്രഖ്യാപിച്ചു എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. ഇവിടെ ആ കേസിലെ ശിക്ഷിക്കപ്പെട്ട പ്രതികളിൽ 2 അധ്യാപകന്മാരുണ്ട്. ചെറിയ വർഷക്കാലം, ദീർഘവർഷക്കാലം കുട്ടികളെ പഠിപ്പിച്ച് നാടിൻ്റെ അംഗീകാരം വാങ്ങിച്ച പൊതുപ്രവർത്തകന്മാരായിട്ടുള്ള 2 അധ്യാപകന്മാരടക്കമാണ് ശിക്ഷിക്കപ്പെട്ടത്. സ്വാഭാവികമായിട്ടും ആ അധ്യാപകന്മാരടക്കമുള്ള CPMൻ്റെ പ്രവർത്തകന്മാരോട് ഈ നാട്ടിലെ ജനങ്ങൾക്കുള്ള സ്നേഹം പ്രകടിപ്പിക്കും. സുപ്രീം കോടതിയാണ് വിധിയാണ് വന്നത്. ആ വിധിയെ മാനിച്ചുകൊണ്ട് അവർ ജയിലിലേക്ക് പോകുന്നു. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ആരെങ്കിലും അതിന് പിന്തുണ പ്രഖ്യാപിച്ച് മുദ്രാവാക്യം വിളിക്കുന്നു, പാർട്ടി നേതാക്കന്മാർ പോകുന്നു. എനിക്ക് ഇന്നലെ പോകാൻ പറ്റിയിട്ട്, എനിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഞാനും പോകുമായിരുന്നു. ഇനിയിപ്പോൾ ജയിലിൽ പോയിട്ട് ഈ അധ്യാപകന്മാരുൾപ്പെടെയുള്ള ആളുകളെ ഞാനും കാണും. വിവരങ്ങളുമായി വിനീഷ് ഒപ്പം ചേരുന്നു. വിനീഷ്, എത്ര അഭിമാനത്തോടെയാണ് പറയുന്നത് ഒരാളുടെ കാലുകൾ വെട്ടിമാറ്റിയ പ്രതികളെ ജയിലിലേക്ക് അയക്കുന്ന മനോഹരമായ ചടങ്ങ്. അതിൽ ന്യായീകരണം വളരെ രസകരമാണ്. അധ്യാപകരായതുകൊണ്ട് യാത്ര അയക്കാം, എന്ത് ചെയ്താലും. എന്താണ് ജയരാജൻ പറഞ്ഞത്? ജയരാജന്റെ നിലപാട് കൃത്യമാണ്. പാർട്ടി നിലപാട് ഏത് തരത്തിലാണ്, പ്രത്യേകിച്ച് ക്രിമിനലുകളെ ഏത് തരത്തിൽ സംരക്ഷിക്കാം എന്നത് തന്നെയാണ് പാർട്ടി നേതാക്കളുടെ നിലപാട്, പ്രത്യേകിച്ച് CPMലെ പാർട്ടി നേതാക്കളുടെ നിലപാട്. അത്തരത്തിൽ തന്നെയാണ് പി ജയരാജന്റെ പരാമർശം ഉണ്ടായിട്ടുള്ളത്. സദാനന്ദൻ മാസ്റ്ററിന്റെ കാലുവെട്ടിയ കേസിലെ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാട് CPM ആദ്യഘട്ടം മുതൽ തന്നെ തുടർന്നതാണ്. സമാനമായ രീതിയിൽ ആ പ്രതികൾക്ക് വീണ്ടും ജയിലിലേക്ക് പോകാൻ അല്ലെങ്കിൽ കോടതിയിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായ ഘട്ടത്തിൽ പോലും ഇവരെ അനുകൂലിക്കുന്ന നിലപാട് തന്നെയാണ് ഇപ്പോൾ പി ജയരാജൻ എടുത്തിട്ടുള്ളത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ പ്രതികരണവും അത്തരത്തിൽ തന്നെയാണ് കാണാൻ സാധിച്ചത്. നേരത്തെ KK ശൈലജ ഈ പ്രതികൾക്കൊപ്പം പോയത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് ജയരാജന്റെ പരാമർശവും വന്നിരിക്കുന്നത്. ജയരാജൻ വ്യക്തമാക്കുന്നത് ഇത്തരത്തിലാണ്: തനിക്ക് യാതൊരു വിധമായ കുറ്റബോധവും ഈ വിഷയത്തിലില്ല. പ്രത്യേകിച്ച് RSS പ്രവർത്തകരെ ആക്രമിക്കുന്ന പ്രതികൾക്ക് അനുകൂലമായ സാഹചര്യം പാർട്ടി നേതൃത്വം തന്നെ ഒരുക്കുന്നു എന്ന് തന്നെയാണ് ജയരാജന്റെ ഈ പരാമർശത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അത്തരത്തിലുള്ള ഒരു പരാമർശം തന്നെയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നതും. അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം ഇത്തരത്തിലാണ്: താനും ആ സ്ഥലത്തുണ്ടായിരുന്നെങ്കിൽ ഇവരെ കാണാൻ പോകുമായിരുന്നു എന്ന നിലപാട് തന്നെയാണ്. താൻ സ്ഥലത്തില്ലാത്തതിനാലാണ് തനിക്ക് കാണാൻ സാധിക്കാതെ വന്നത്. ഇനി ഒരു പക്ഷേ കാണേണ്ട സാഹചര്യമുണ്ടായാൽ കാണും എന്ന നിലപാട് തന്നെയാണ് ജയരാജൻ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ KK ശൈലജ KK ശൈലജ ഈ പ്രതികൾക്കൊപ്പം പോയത് സംബന്ധിച്ച്, അവരെ സന്ദർശിച്ചത് സംബന്ധിച്ചുള്ള കാര്യത്തിലും അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയത് ഇത്തരത്തിലാണ്: അതിൽ യാതൊരു വിധമായ പ്രശ്നവുമില്ല. ക്രിമിനലുകളായിരുന്നാൽ പോലും CPM പ്രവർത്തകരോ നേതാക്കളോ ആയെങ്കിൽ അവരെ സംരക്ഷിക്കും എന്ന നിലപാട് തന്നെയാണ് ജയരാജന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃഷ്ണരാജ്, ഏതായാലും ന്യായീകരണം കൊള്ളാം. സദാനന്ദൻ മാസ്റ്റർ വധശ്രമ കേസ് പ്രതികൾക്ക് യാത്രയയപ്പ് നൽകിയ സംഭവത്തിൽ ഒരു കുറ്റബോധവുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ പോയേനെ. അധ്യാപകർ അതിനകത്തുണ്ടായിരുന്നു. അതുകൊണ്ട്, അതായത് വർഷങ്ങളായി കുട്ടികളെ പഠിപ്പിച്ച അധ്യാപകരുണ്ടായിരുന്നു. അവർക്കിതൊക്കെ ചെയ്യാമോ എന്ന ചോദ്യം മറുവശത്തുണ്ടെങ്കിൽ പോലും നന്നായി ന്യായീകരിക്കുന്നുണ്ട് പി ജയരാജൻ. വിവരങ്ങൾ നൽകുകയായിരുന്നു വിനീഷ്.